വെൽക്കം ടു എയ്സാപ്പ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ജോഗ്രഫി എന്നുള്ള സബ്ജക്റ്റാണ്. ജോഗ്രഫിയിലെ തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ കുറച്ച് ബേസിക് ഫാക്ട്സ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ, ഇന്ത്യയുടെ എല്ലാവർക്കും അറിയാം, ഇന്ത്യയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. ഇന്ത്യയുടെ ക്യാപിറ്റൽ ന്യൂഡൽഹി. ഇന്ത്യ എന്ന് പറയുന്നത് 7th ലാർജസ്റ്റ് കൺട്രിയാണ്. വലിപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ടോട്ടൽ 28 സ്റ്റേറ്റ്സ് ഉണ്ട്, 8 യൂണിയൻ ടെറിട്ടറീസും വരുന്നുണ്ട്. 28 ആണ് സ്റ്റേറ്റ്സ് വരുന്നത്, 8 യൂണിയൻ ടെറിട്ടറീസാണ് വരുന്നത്. ഇന്ത്യയിൽ 29 സ്റ്റേറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ തെലുങ്കാന ആഡ് ചെയ്തപ്പോൾ 29 സ്റ്റേറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മളെ ജമ്മു കാശ്മീരിനെ എന്താക്കിയിട്ടുണ്ട്, നമ്മുടെ സ്റ്റേറ്റിൻ്റെ പദവി എടുത്തു മാറ്റിയിട്ട് യൂണിയൻ ടെറിട്ടറീസാക്കി മാറ്റിയിട്ടുണ്ട്. ലഡാക്ക് എന്നും ജമ്മു ആൻഡ് കാശ്മീർ എന്നും 2 യൂണിയൻ ടെറിട്ടറീസാക്കി അത് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും ഇപ്പോൾ എത്രയായിട്ടുണ്ട് സ്റ്റേറ്റ്സ്? 28 സ്റ്റേറ്റ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. 28 സ്റ്റേറ്റ്സും 8 യൂണിയൻ ടെറിട്ടറീസുമാണ് വരുന്നത് ഇന്ത്യയിൽ. ഇനി ഇന്ത്യയുടെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ടോട്ടൽ ഏരിയ 3.28 മില്യൺ സ്ക്വയർ കിലോമീറ്റേഴ്സാണ്. അല്ലെങ്കിൽ എങ്ങനെ പറയാം, 32,87,263 സ്ക്വയർ കിലോമീറ്റേഴ്സ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഏതാണോ ഓപ്ഷനിൽ വരുന്നത്, ആൻസറിൽ വരുന്നത്, അത് നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ ശ്രദ്ധിക്കണം. അതായത് 3.28 മില്യൺ സ്ക്വയർ കിലോമീറ്ററാണ് ഇന്ത്യയുടെ ടോട്ടൽ ഏരിയ. ടോട്ടൽ ഏരിയ ചോദിക്കുമ്പോൾ ഇതാണ് ഓപ്ഷനിൽ വരുന്നതെങ്കിൽ ഇത് ടിക്ക് ചെയ്യുക. ഇനിയിപ്പോൾ 32,87,263 സ്ക്വയർ കിലോമീറ്റേഴ്സാണ് വരുന്നതെങ്കിൽ ഇത് നമ്മൾ മാർക്ക് ചെയ്ത് പോവുക. ഇനി ഇന്ത്യയുടെ നോർത്ത് സൗത്ത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഇന്ത്യ നോർത്ത് ഏതാണ്? കാശ്മീരാണ്. ഇന്ത്യയുടെ നോർത്ത് ജമ്മു ആൻഡ് കാശ്മീരാണ്. സൗത്ത് ഏതാണ്? കന്യാകുമാരി. ഇന്ത്യയുടെ നോർത്ത് സൗത്ത് ഡിസ്റ്റൻസ്, നോർത്ത് മുതൽ സൗത്ത് വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ് വരുന്നത്? 3,214 കിലോമീറ്റർ, 3,214 കിലോമീറ്റേഴ്സാണ് എന്ത് വരുന്നത്? ഇന്ത്യയുടെ വടക്ക് മുതൽ തെക്ക് വരെയുള്ള നോർത്ത് സൗത്ത് ഡിസ്റ്റൻസ് വരുന്നത് 3,214 കിലോമീറ്റേഴ്സ്. ഇനി അതുപോലെ തന്നെ ഇന്ത്യയുടെ ഈസ്റ്റ് വെസ്റ്റ് ഡിസ്റ്റൻസ് വരുന്നത്, അതായത് വെസ്റ്റ് ഗുജറാത്താണ്, ഈസ്റ്റ് അരുണാചൽ പ്രദേശാണ്. ഇത് ഈസ്റ്റ് വെസ്റ്റ് ഡിസ്റ്റൻസ് വരുന്നത് എത്രയാണ്? 2,933 കിലോമീറ്റേഴ്സ്. 2,933 കിലോമീറ്റേഴ്സാണ് എന്ത് വരുന്നത്? ഇന്ത്യയുടെ ഈസ്റ്റ് വെസ്റ്റ് ഡിസ്റ്റൻസ് വരുന്നത്. ഇനി ഇന്ത്യ എന്ന് പറയുന്നത് എവിടെ മുതൽ എവിടെ വരെ വ്യാപിച്ച് കിടക്കുന്ന ഒരു രാജ്യമാണ്? നമുക്ക് നോക്കാം. അതിൻ്റെ 4 അതിരുകൾ ഏതൊക്കെയാണ്? നോർത്ത് ഏതാണ്? നോർത്ത് കാശ്മീരാണ്. ഇനി സൗത്ത് ഏതാണ്? കന്യാകുമാരിയാണ്. ദെൻ അതുപോലെ തന്നെ വെസ്റ്റ് ഏതാണ്? വെസ്റ്റ് ഗുജറാത്താണ്. ദെൻ ഈസ്റ്റ് ഏതാണ്? അരുണാചൽ പ്രദേശുമാണ്. ഇത്രയാണ് എക്സ്റ്റൻഷൻ വരുന്നത്. ഇന്ത്യയുടെ നോർത്ത് ജമ്മു ആൻഡ് കാശ്മീർ, സൗത്ത് കന്യാകുമാരി, ഈസ്റ്റ് അരുണാചൽ പ്രദേശ് ആൻഡ് വെസ്റ്റ് ഗുജറാത്ത്. ഇത്രയാണ് വരുന്നത് എക്സ്റ്റൻഷൻ വരുന്നത്. അപ്പോൾ ഇന്ത്യൻ മെയിൻലാൻഡ് എക്സ്റ്റെൻസ് ഫ്രം കാശ്മീർ ടു കന്യാകുമാരി, കാശ്മീർ ടു കന്യാകുമാരി ആൻഡ് അരുണാചൽ പ്രദേശ് ടു ഗുജറാത്ത്, അരുണാചൽ പ്രദേശ് ടു ഗുജറാത്ത്. ഇത്രയാണ് ഇന്ത്യയുടെ എക്സ്റ്റൻഷൻ വരുന്നത്. ഇനി ഇന്ദിരാ പോയിൻ്റ്, ഇന്ദിരാ പോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇന്ദിരാ പോയിൻറ്റിനെ കുറിച്ച്. ഇന്ദിരാ പോയിൻ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ സദേൺ മോസ്റ്റ് ടിപ്പിനെയാണ് ഇന്ദിരാ പോയിൻ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ലാൻഡ് ഏരിയ മാത്രമല്ല, നമുക്കിവിടെ ബേ ഓഫ് ബംഗാളിൽ ഒരു ഐലൻഡ് ഗ്രൂപ്പ്സ് ഉണ്ട്. ഇന്ത്യയുടെ ഐലൻഡ് ഗ്രൂപ്പ്സ് ആണ് ആൻഡമാൻ നിക്കോബാർ, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് ഗ്രൂപ്പ്സ് ആണ് ഈ ഐലൻഡ് ഗ്രൂപ്പ്സ്. ഇത് ബേ ഓഫ് ബംഗാളിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ അറബിക്കടലിലും നമുക്ക് ഇന്ത്യയുടെ ഐലൻഡ് ഗ്രൂപ്പ്സ് വരുന്നുണ്ട്. ഈ ഐലൻഡ് ഗ്രൂപ്പ്സിനെയാണ് ലക്ഷദ്വീപ് ഐലൻഡ്സ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഉൾപ്പെട്ടതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഈ മെയിൻലാൻഡ് മാത്രമല്ല, അതിൻ്റെ കൂടെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സും ലക്ഷദ്വീപ് ഐലൻഡ്സും കൂടി വരുന്നതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെട്ടതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇത് ഇന്ത്യൻ മെയിൻലാൻഡ് എന്ന് വെച്ചാൽ ഈ ഒരു ഏരിയ ആണ് ഇന്ത്യൻ മെയിൻലാൻഡ് എന്ന് പറയുന്നത്. ഈ ദ്വീപുകളും ഇൻക്ലൂഡ് ചെയ്യിക്കുമ്പോൾ അതെന്താണ്? ഇന്ത്യ. ഇതെല്ലാം കൂടി ചേർന്നതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും സദേൺ മോസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഇവിടെ
നിക്കോബാർ ഐലൻഡിലാണ്. ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലെ നിക്കോബാർ ഐലൻഡിലാണ് ഇന്ദിരാ പോയിൻ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ദിരാ പോയിൻ്റാണ് ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ സദേൺ മോസ്റ്റ് ടിപ്പാണ് ഇന്ദിരാ പോയിൻ്റ്. അപ്പോൾ അത് മറന്നു പോകരുത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ സദേൺ മോസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഇന്ദിരാ പോയിൻ്റ്. ഇനി ഇന്ത്യൻ മെയിൻലാൻഡിൻ്റെ സദേൺ മോസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ എന്തെഴുതും? അപ്പോൾ എവിടെ എഴുതണം? കന്യാകുമാരി. ഇന്ത്യൻ മെയിൻലാൻഡിൻ്റെ ചോദിച്ചാൽ കന്യാകുമാരിയാണ്. ഇന്ത്യയുടെ സദേൺ മോസ്റ്റ് ടിപ്പ് എന്ന് ചോദിച്ചാൽ എന്തെഴുതണം? ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലെ ഏതാണ്? ഇന്ദിരാ പോയിൻ്റാണ് ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റം എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഇന്ത്യയുടെ നോർത്തേൺ മോസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഏതാണ്? നോർത്തേൺ മോസ്റ്റ് പോയിൻ്റ് ഇവിടെ ജമ്മു ആൻഡ് കാശ്മീരിലാണ്. അതിനെന്ത് പറയാം നമുക്ക്? ഇന്ദിരാ കോൾ എന്നാണ് ഇന്ത്യയുടെ നോർത്തേൺ മോസ്റ്റ് പോയിൻ്റ് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ നോർത്തേൺ മോസ്റ്റ് പോയിൻ്റാണ് ഇന്ദിരാ കോൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ലൊക്കേഷനാണ് വരുന്നത്. ഇന്ത്യയുടെ ലൊക്കേഷൻ, അതായത് നമുക്ക് സൗത്ത് ഏതാണ്, ഇന്ത്യയുടെ വെസ്റ്റ് എന്താണ് സ്ഥിതി ചെയ്യുന്നത്, ഇന്ത്യയുടെ ഈസ്റ്റ് ഏതാണ്, ഇന്ത്യയുടെ നോർത്ത് ഏതാണെന്നുള്ളത്. ഇന്ത്യയുടെ ഏറ്റവും നോർത്ത് ഭാഗം, വടക്ക് ഭാഗം ഏതാണ്? നമുക്കറിയാം ജമ്മു ആൻഡ് കാശ്മീരാണ്. അല്ലെങ്കിൽ നമ്മൾ നോർമലി അങ്ങനെ പറയും. അല്ലെങ്കിൽ എന്ത് പറയണം നമ്മൾ? ഇന്ത്യയുടെ ഏറ്റവും വടക്ക് സ്ഥിതി ചെയ്യുന്നത് ഹിമാലയ പർവ്വതമാണ്. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അതിരെന്ന് പറയുന്നത് ഏതാണ്? ഹിമാലയ പർവ്വതം, അല്ലെങ്കിൽ ഹിമാലയൻ മൗണ്ടെയിൻ, അല്ലെങ്കിൽ നോർത്തേൺ മൗണ്ടെയിൻ എന്നൊക്കെയാണ് നമ്മൾ ഏറ്റവും വടക്ക് ഭാഗം പറയുന്നത്. ഇനി ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് ആരാണ്? ഇന്ത്യൻ ഓഷ്യൻ. ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് വരുന്നത് ഇന്ത്യൻ ഓഷ്യനാണ്. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് വരുന്ന ഇത് ബേ ഓഫ് ബംഗാളാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് വരുന്ന സമുദ്രം ഏതാണ്? അറബിക്കടലാണ്. അപ്പോൾ ഇന്ത്യയുടെ ജസ്റ്റ് ഫിസിക്കൽ ബൗണ്ടറീസ് ആണ് വരുന്നത്. ഏതൊക്കെയാണ്? ഇന്ത്യൻ ഓഷ്യൻ ഏത് സൈഡിൽ? സൗത്തിൽ. ഇന്ത്യയുടെ ഏറ്റവും തെക്ക് ഭാഗത്ത് ഇന്ത്യൻ ഓഷ്യൻ വരും. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഏത് വരും? അറബിക്കടൽ, അറേബ്യൻ ഓഷ്യൻ. വെസ്റ്റ് സൈഡിൽ അറേബ്യൻ ഓഷ്യൻ വരും. അതുപോലെ തന്നെ ഈസ്റ്റേൺ സൈഡിൽ കിഴക്ക് ഭാഗത്താണ് ബേ ഓഫ് ബംഗാൾ വരുന്നത്. നമ്മൾ പറഞ്ഞില്ലേ ഏത്? ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് വരുന്ന ബേ ഓഫ് ബംഗാൾ. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് എവിടെയാണ്? ബേ ഓഫ് ബംഗാളിലാണ്. അത് ഇന്ത്യയുടെ ഈസ്റ്റ് സൈഡിലാണ്. ഇനി ഹിമാലയ, ഇന്ത്യയുടെ ഏറ്റവും നോർത്തേൺ ബൗണ്ടറിയാണ് ഹിമാലയൻ മൗണ്ടെയിൻ, അല്ലെങ്കിൽ നോർത്തേൺ മൗണ്ടെയിൻ എന്നൊക്കെ നമ്മൾ പറയുന്ന ഹിമാലയൻ മൗണ്ടെയിൻ. ഓക്കെ, ഇനി ഇന്ത്യയുടെ ലൊക്കേഷനാണ് പറയുന്നത്. നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് ഏതൊരു സ്ഥലമായാലും നമ്മൾ ലൊക്കേഷൻ പറയുമ്പോൾ എന്ത് വേണം? ലാറ്റിറ്റ്യൂഡ്സ് വേണം. ഇത്ര ലാറ്റിറ്റ്യൂഡ്സിൻ്റെ ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഇത്ര ലോഞ്ചിറ്റ്യൂഡ്സിൻ്റെ ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് നമ്മൾ ലൊക്കേഷൻ പറയുന്നത്. ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും നമ്മൾ യൂസ് ചെയ്യുന്നതിന് ലൊക്കേഷൻ അറിയാൻ വേണ്ടിയിട്ടും ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഏതൊക്കെ ലാറ്റിറ്റ്യൂഡ്സിൻ്റെ ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഏതൊക്കെ ലോഞ്ചിറ്റ്യൂഡ്സിൻ്റെ ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇന്ത്യയുടെ ലൊക്കേഷനാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ലാറ്റിറ്റ്യൂഡ്സ് എന്താണ്, ലോഞ്ചിറ്റ്യൂഡ്സ് എന്താണെന്നുള്ള ഒരു ബേസിക് ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. എന്താണ് അപ്പോൾ ലാറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത്? ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ വരുന്ന ഇമാജിനറി ലൈൻസ് ആണ്. എന്ത് ലൈൻസ് അല്ല, ഇത് സർക്കിൾസ് ആണ്. എന്ത്? ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. ഭൂമിയുടെ ഏറ്റവും മധ്യഭാഗത്തൂടെ കടന്നു പോകുന്ന ലാറ്റിറ്റ്യൂഡാണ് ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡ്. അതിനെ നമ്മൾ ഇക്വേറ്റർ എന്നാണ് പറയുന്നത്. ഇക്വേറ്റർ ഭൂമിയുടെ ഏറ്റവും മധ്യഭാഗത്തൂടെ കടന്നു പോകുന്ന ലാറ്റിറ്റ്യൂഡിൻ്റെ പേരാണ് ഇക്വേറ്റർ. അത് 0 ഡിഗ്രി ആയിരിക്കും വരുന്നത്. ഇനി ഇതുപോലെ തന്നെ ഭൂമധ്യരേഖയിൽ നിന്ന്, അതായത് ഇക്വേറ്റർ റീജിയനിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും ലാറ്റിറ്റ്യൂഡ്സ് വരുന്നുണ്ട്. ഇതിൽ ഇമ്പോർട്ടൻറ്റ് ലാറ്റിറ്റ്യൂഡ്സ് വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ലാറ്റിറ്റ്യൂഡ്സ് വരുന്നുണ്ട്. സൗത്ത് പോള് വരെ 90 ഡിഗ്രി വരെ നോർത്തിലും 90 ഡിഗ്രി വരെ സൗത്തിലും എന്തുണ്ട്? ലാറ്റിറ്റ്യൂഡ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 0, 1, 2, 3, 4 അപ് ടു 90 നോർത്തേൺ ഹെമിസ്ഫിയറിൽ, നോർത്തിലേക്ക്. അതുപോലെ തന്നെ 0, 1, 2, 3, 4 അങ്ങനെ അപ് ടു 90 വരെ സൗത്തിലേക്കും ലാറ്റിറ്റ്യൂഡ്സ് കാണുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ എന്ന് നമുക്കറിയാം ഈ 0 ഡിഗ്രിക്ക്
ഭൂമധ്യരേഖയ്ക്ക് മുകളിലുള്ള ഏരിയയെ നമ്മൾ എന്ത് പറയും? നോർത്തേൺ ഹെമിസ്ഫിയർ എന്നാണ് പറയുന്നത്. 0 ഡിഗ്രിക്ക്, അതായത് ഭൂമധ്യരേഖ അല്ലെങ്കിൽ ഇക്വേറ്ററിൻ്റെ മുകൾ ഭാഗത്തെ എന്താണ് പറയുന്നത്? വടക്കിൽ നോർത്തേൺ പോർഷൻ എന്താണ് പറയുന്നത്? നോർത്തേൺ ഹെമിസ്ഫിയർ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇക്വേറ്ററിൻ്റെ തെക്ക് ഭാഗം സദേൺ ഏരിയ എന്താണ് അറിയപ്പെടുന്നത്? സദേൺ ഹെമിസ്ഫിയർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇക്വേറ്ററിൻ്റെ നോർത്തേൺ പോർഷനിലാണ്, അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ഇന്ത്യ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ ലൊക്കേഷനാണ് ഈ പറയാൻ പോകുന്നത്. ലാറ്റിറ്റ്യൂഡ്സ്, ഇതാണ് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ലൊക്കേഷൻ ലാറ്റിറ്റ്യൂഡ്സ് വരുന്നത് 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത്. അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം. 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് ടു 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് ലാറ്റിറ്റ്യൂഡ്സ്. ഇതിൻ്റെ ഇടയിലായിട്ടാണ് ഇന്ത്യ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് ടു 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് ലാറ്റിറ്റ്യൂഡ്സ്. അപ്പോൾ നോർത്ത് ലാറ്റിറ്റ്യൂഡ്സ് എവിടെയായിരിക്കണം? നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡ്സ്. അപ്പോൾ നമുക്ക് നോക്കാം ലോഞ്ചിറ്റ്യൂഡ്സ് എന്താണെന്ന്. നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ വരുന്ന ലൈൻസാണ് എന്ത്? ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് അറിയപ്പെടുന്നത്. ലോഞ്ചിറ്റ്യൂഡ്സും ഏറ്റവും സെൻറ്ററിൽ വരുന്നത് 0 ഡിഗ്രിയാണ്. 0 ഡിഗ്രി പ്രൈം മെറീഡിയൻ എന്ന് പറയും. ലോഞ്ചിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ മെറീഡിയൻസ് എന്നും ലോഞ്ചിറ്റ്യൂഡ്സിനെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ 0 ഡിഗ്രി പ്രൈം മെറീഡിയൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യ ഒരു ഈ പ്രൈം മെറീഡിയനാണ് ഇതിനെ ഈ ഏരിയനെ നമ്മൾ വെസ്റ്റേൺ ഏരിയ എന്ന് വെസ്റ്റേൺ റീജിയൻ എന്ന് പറയും, വെസ്റ്റേൺ ഹെമിസ്ഫിയർ. അല്ലെങ്കിൽ ഇത് ഈസ്റ്റേൺ ഹെമിസ്ഫിയർ. 0 ഡിഗ്രിയുടെ വെസ്റ്റേൺ സൈഡിലേക്കാണെങ്കിൽ വെസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്സ് ആണ് വരിക. 0 ഡിഗ്രിയുടെ ഈസ്റ്റേൺ സൈഡിലേക്കാണെങ്കിൽ ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്സ് ആണ് വരിക. അപ്പോൾ നമ്മളെ ഇന്ത്യ എന്ന് പറയുന്നത് ഈസ്റ്റേൺ പോർഷനിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഭൂമിയുടെ ഈസ്റ്റേൺ പോർഷൻ 0 ഡിഗ്രി കഴിഞ്ഞ് ഈസ്റ്റേൺ പോർഷനിലാണ് ഇന്ത്യ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ലോഞ്ചിറ്റ്യൂഡ്സ് പറയുമ്പോൾ 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ്, 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് ടു 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്സിൻ്റെ ഇടയിലാണ് ഇന്ത്യ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ലൊക്കേഷൻ പറയുമ്പോൾ നമ്മൾ എന്ത് പറയണം? 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്തിൻ്റെയും 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് ലാറ്റിറ്റ്യൂഡ്സിൻ്റെ ഇടയിലായിട്ടാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്, ലാറ്റിറ്റ്യൂഡ്സിൻ്റെ കേസിൽ. ഇനി ലോഞ്ചിറ്റ്യൂഡ്സിൻ്റെ കേസിലാവുമ്പോൾ 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിൻ്റെയും 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്സിൻ്റെയും ഇടയിലായിട്ടാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് എക്സ്റ്റൻഷൻ വരുന്നത് ഇന്ത്യയുടെ. ഇനി നമ്മൾ പറയുന്നു ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ഒരു ലാറ്റിറ്റ്യൂഡാണ് ഏത്? 28 ഡിഗ്രി 30 മിനിറ്റ് നോർത്ത് ലാറ്റിറ്റ്യൂഡ്. 23 ഡിഗ്രി 30 മിനിറ്റ് നോർത്ത് ലാറ്റിറ്റ്യൂഡാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഈ ലാറ്റിറ്റ്യൂഡിനെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്നാണ് അറിയുന്നത്. ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ് ഇന്ത്യയുടെ മധ്യഭാഗത്തൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ഇന്ത്യയെ 2 ഭാഗങ്ങളായി തിരിക്കുന്നു. നോർത്തേൺ ഇന്ത്യ എന്നും സദേൺ ഇന്ത്യ എന്നും 2 ഭാഗങ്ങളായിട്ട് ഇന്ത്യയെ തിരിക്കുന്നത് ആരാണ്? ഈ 23 ഡിഗ്രി 30 മിനിറ്റ് നോർത്ത് ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ 23½ നോർത്ത് ലാറ്റിറ്റ്യൂഡാണ് അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസറാണ് ഇന്ത്യയെ നോർത്തേൺ ഇന്ത്യ എന്നും സദേൺ ഇന്ത്യ എന്നും 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ട്രോപ്പിക് ഓഫ് ക്യാൻസർ അല്ലെങ്കിൽ 23½ ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ്സ് കടന്നു പോകുന്ന ഇന്ത്യയിലെ സ്റ്റേറ്റ്സ് ആണ്. ഏതൊക്കെ സ്റ്റേറ്റിലൂടെയാണ് കടന്നു പോകുന്നത്? ഗുജറാത്തിലൂടെ കടന്നു പോകുന്നു. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മിസോറാം. ഇത്രയും സ്റ്റേറ്റിലൂടെ ഏത് കടന്നു പോകുന്നുണ്ട്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അല്ലെങ്കിൽ 23½ ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസ് ചെയ്യുന്ന സ്റ്റേറ്റ്സ് ആണ് ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മിസോറാം. ഇത്രയും സ്റ്റേറ്റിലൂടെ ഏത് കടന്നു പോകുന്നുണ്ട്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ,
82°30' ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനെ സ്റ്റാൻഡേർഡ് മെറീഡിയൻ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണത്? ഇന്ത്യയിലെ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഈ ലോഞ്ചിറ്റ്യൂഡിനെ ബേസ് ചെയ്തിട്ടാണ്. 82°30' ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഏകദേശം ഇത് ഇന്ത്യയുടെ മധ്യഭാഗത്തൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ത്യയുടെ മധ്യഭാഗത്തൂടെയാണ് ഏത് കടന്നു പോകുന്നത്? 82°30' ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് കടന്നു പോകുന്നത്. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തിട്ടാണ്, ഈ 82.5° ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്ത്യയിലെ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഈ 82.5°, 82°30' ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനെ സ്റ്റാൻഡേർഡ് മെറീഡിയൻ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഇന്ത്യയുടെ ടൈം ഗ്രീൻവിച്ച് ടൈമുമായിട്ട് എത്ര ഡിഫറൻസ് ഉണ്ട്? 5.5 മണിക്കൂറിൻ്റെ ഡിഫറൻസ് ഉണ്ട്. 5 മണിക്കൂർ 30 മിനിറ്റിന് മുന്നിലാണ് ഇന്ത്യൻ സമയം എന്ന് പറയുന്നത്. ഇന്ത്യ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? നോർത്തേൺ ഹെമിസ്ഫിയറിൽ. നമ്മൾ പറഞ്ഞു ഇക്വേറ്റർ മധ്യഭാഗത്തൂടെ കടന്നു പോകുന്ന ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡ് ഭൂമിയുടെ മധ്യഭാഗത്തൂടെ, അതാണ് ഇക്വേറ്റർ. ഇക്വേറ്ററിൻ്റെ ഈ മുകൾ ഭാഗം എന്താണ് അറിയപ്പെടുന്നത്? നോർത്തേൺ ഹെമിസ്ഫിയർ എന്നാണ് അറിയപ്പെടുന്നത്. ദെൻ ഇതിൻ്റെ താഴെയുള്ള, അതായത് അപ് ടു 90° നോർത്തും 90° സൗത്തും ധ്രുവപ്രദേശങ്ങളാണ്, പോളാർ ഏരിയയാണ്. 90° നോർത്ത് പോൾ, 90° സൗത്ത് പോൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ 0° മുതൽ, ഇക്വേറ്റർ മുതൽ 90° നോർത്തേൺ പോൾ വരെയുള്ള ഏരിയ എന്താണ് അറിയപ്പെടുന്നത്? നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും, 90° മുതൽ സദേൺ പോൾ വരെ, അതായത് 90° സൗത്ത് വരെ എന്താണ് അറിയപ്പെടുന്നത്? സദേൺ ഹെമിസ്ഫിയർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യ ലൊക്കേറ്റ് ചെയ്യുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. അത്രയും നോട്ട് ചെയ്ത് വെച്ചാൽ മതി.